നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ദിനം 24. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവം ആരാണ്? എങ്ങനെയുള്ളവനാണ്? മനുഷ്യൻ ആരാണ്? എങ്ങനെ ആയിരിക്കേണ്ടവനാണ്? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ എല്ലാ മതസ്ഥരും ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് എല്ലാ മതങ്ങളിലും ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ചിട്ടുള്ളതായും എന്നാൽ അത് ഭാഗികമാണ്, പൂർണ്ണമല്ല എന്ന് എബ്രായ ലേഖകൻ പറയുമ്പോൾ ദൈവം യേശുവിലൂടെ തന്നെ പൂർണ്ണമായി ലോകത്തിന് വെളിപ്പെടുത്തി തന്നു എന്നും പറയുന്നു. ഉൽപ്പത്തിയിൽ ദൈവമാണ് സകലരുടെയും സൃഷ്ടാവെന്നും പരിപാലകനെന്നും നാം കാണുന്നു. അങ്ങനെ സകല സൃഷ്ടിക്കും സൃഷ്ടാവായ ദൈവത്തോടൊരു കടപ്പാടും ഉണ്ട്. ഉണ്ടാകട്ടെ എന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പന ശബ്ദം വചനത്താലാണ് സൃഷ്ടി നടന്നത്. വിശുദ്ധ യോഹന്നാൻ അത് പറയുമ്പോൾ ആദിയിൽ ഉണ്ടായിരുന്ന ദൈവത്തിലും ദൈവത്തോടുകൂടെയും ആയിരുന്ന സകല സൃഷ്ടിക്കും കാരണഭൂതനായ ദൈവം യേശു തന്നെയാണ് എന്ന് പ്രഖ്യാപിക്കുന്നു, പഠിപ്പിക്കുന്നു. നല്ലതെന്ന് കണ്ട ദൈവത്തിൻ്റെ മനോഹരമായ ഈ ലോകത്തെ നല്ല രീതിയിൽ പരിപാലിക്കാൻ, കാക്കുവാൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷരായിട്ടാണ് തൻ്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ നിയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവം മനുഷ്യനിൽ നിന്നും പ്രകൃതിയിൽ നിന്നും അകന്നു നിൽക്കുന്നവനായിട്ടല്ല, അവനെ അന്വേഷിച്ചു വരുന്ന, അവനോടൊപ്പം ആകുന്ന ദൈവത്തെയാണ് കാണുന്നത്. മനുഷ്യന് ദൈവം നൽകിയ സ്വാതന്ത്ര്യം അവൻ ദുരുപയോഗപ്പെടുത്തി ദൈവ പദ്ധതിയിൽ നിന്ന് മനുഷ്യൻ വ്യതിചലിച്ചപ്പോൾ അവനെ മറക്കുകയല്ല, എഴുതിത്തള്ളുകയുമല്ല. മനുഷ്യ, നീ എവിടെയെന്ന് ചോദിച്ച് അന്വേഷിച്ചു വരുന്നവനാണ് നമ്മുടെ ദൈവം. ആ ദൈവം സ്നേഹിക്കുന്നവനാണ്, ക്ഷമിക്കുന്നവനാണ്, മറക്കുന്നവനാണ്. അനുസരണക്കേട് കാണിക്കുമ്പോഴും പാപം ചെയ്യുമ്പോഴും തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവനായതുകൊണ്ട് അവന് വിലയുണ്ട്, ഈ ലോക ജീവിതത്തിന് അർത്ഥമുണ്ട്. ദൈവം മനുഷ്യനായി യേശുവിലൂടെ ഈ ലോകത്തിൽ വന്നതിലൂടെ തൻ്റെ ജഡാവതാരണത്തിലൂടെ അതാണ് വെളിപ്പെടുത്തുന്നത്. നാം കുറവുള്ളവർ ആയിരിക്കുമ്പോഴും പുത്രനെ നൽകി നമ്മോടൊപ്പം ആയിത്തീരുകയും നമ്മെ സ്നേഹിക്കുകയും ചെയ്തതിലൂടെ നമ്മൾ മനുഷ്യർ എങ്ങനെ ആയിരിക്കേണ്ടവരാണെന്ന് മനസ്സിലാക്കി തരുന്നു. ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിച്ച് മനുഷ്യരുടെ ഇടയിൽ അവരുടെ ജീവിതത്തിൻ്റെ വിലയും അർത്ഥവും മനസ്സിലാക്കി കൊടുത്ത് ദൈവസ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് ദൈവകൃപയിൽ ശരണപ്പെടാം. യേശുവിനെ നമ്മിലൂടെ മറ്റുള്ളവർ കാണട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.